IELTS പഠിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏരിയയാണല്ലോ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിങ്ങിൽ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്ട്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ എ ബേസിക് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഫോർ ദ സ്പീക്കിംഗ് ടെസ്റ്റ്. സ്പീക്കിംഗ് ടെസ്റ്റിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോഴേ പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഉച്ചാരണം മാത്രം നന്നാക്കിയാൽ മതി എന്നാണ്. അല്ല, ഉച്ചാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൽ രണ്ട് പ്രധാനപ്പെട്ട വേറെ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ആക്സെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായില്ല. അതിനപ്പുറം അതിൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ട ചില വാക്കുകളുണ്ട്. പ്, ട്, ഖ്, ബ്, ഫ്, ഇതിനൊക്കെ നമ്മൾ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് സംസാരിക്കണം. മാത്രമല്ല ഹൈലി എക്സ്പ്ലോസീവ് ആയിരിക്കുന്ന എയർ ഫ്ലോ ഉണ്ടായിരിക്കണം പ്, ട്, ഖ് എന്ന് പറയുന്ന ഈ മൂന്ന് ശബ്ദത്തിന്.